പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ. കർത്താവേ, പരിശുദ്ധ പിതാവേ, അവിടുത്തെ വലിയ കൃപയാൽ കലാകാലങ്ങളിൽ ഇവിടെ വരുന്ന ശുശ്രൂഷ ചെയ്യുന്ന അവിടുത്തെ ദാസന്മാർക്കായി താമസിപ്പാൻ മനോഹരമായ ഒരു ഭവനം ചമപ്പാൻ തക്കവണ്ണം അങ്ങോട്ടൊന്ന് ഭാഗ്യം തന്ന കൃപയ്ക്കായി സ്തോത്രം. നാളുകളായി സഭയുടെ സഭാമക്കളുടെ ഇവിടെ വരുന്ന ശുശ്രൂഷയുടെ ആഗ്രഹമായിരുന്ന വലിയ സന്തോഷം കർത്താവിൽ നിന്ന് പൂർത്തീകരിക്കപ്പെടുവാൻ, ആവശ്യം പൂർത്തീകരിക്കപ്പെടുവാൻ ഞങ്ങൾ സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. എൻ്റെ പിന്നിൽ അധ്വാനിച്ചവരെ, അതിനുവേണ്ടി പ്രാർത്ഥിച്ചവരെ, അതിന് ദാനങ്ങൾ നൽകിയവരെ, സംഭാവനകൾ നൽകിയവരെ, വായ്പകൾ നൽകിയവരെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. എല്ലാവരെയും പ്രതിനിധീകരിക്കണമേ കർത്താവെ. അങ്ങ് ചെയ്തിരിക്കുന്ന നമ്മളെ ഓർത്ത് നന്ദി ഹൃദയത്തോടെ ഈ ഭവനം പ്രതിഷ്ഠിക്കുവാൻ ഞങ്ങൾ ഒരുങ്ങുന്നു. അങ്ങയുടെ ദിവ്യമായ സാന്നിധ്യം അവിടെ നിന്നുണ്ടായിരിക്കും. അങ്ങ് തന്നെ ഈ ഭവനത്തെ ശുദ്ധീകരിച്ച് അവിടുത്തെ ദാസന്മാർക്ക് താമസിക്കുവാൻ വേർതിരിച്ച് തരണം. മഹത്വം മാത്രം എടുക്കണമേ. യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് ദൈവത്തെ കേൾക്കണമേ. ആമേൻ. ഗീതങ്ങളിൽ 25ാമത്തെ ഗീതം പാടി നമ്മൾ ഭവനത്തിൽ ഒരു തവണ വരം വെച്ചതിന് ശേഷം ഭവനത്തിന് ഫ്രണ്ടിൽ വന്ന് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും യേശുദേവനേ
ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ യേശുവേ. യേശുനാമത്തിനു ജയം അല്ലലെല്ലാം അവനകലെ കളയുമേ. യേശു രാജാവിനു ശരണം നല്ലവനാമേശുനാഥൻ വരും സർവ വല്ലഭ യേശുവേ വേഗം വരണമേ. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനേ. ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനേ. പ്രാർത്ഥിക്കാം. മനുഷ്യരെ കുടുംബങ്ങളായി വസിക്കുമാറാക്കുന്ന നിത്യദൈവമേ, ഈ ഭവനത്തിന്റെ പണി പൂർത്തിയാക്കുവാൻ അങ്ങേക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കും നടത്തിപ്പുകൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്ത എല്ലാവർക്കുമായി ഞങ്ങൾ നന്ദി കരയറ്റുന്നു. ഇപ്പോൾ ഈ ഭവനത്തിന്റെ പ്രതിഷ്ഠാ ശുശ്രൂഷയ്ക്കായി കൂടി വന്നിരിക്കുന്ന ഞങ്ങളുടെ മധ്യത്തിൽ കൃപയാസനായിരിക്കുന്ന കർത്താവേ, ഈ വീടിനെ ശുദ്ധീകരിക്കുകയും ഈ വീടിന്റെ നാഥനായി എന്ന് വിരോധിക്കുകയും ചെയ്യണമെന്ന് നസറേത്തിലെ ഭവനത്തിന്റെ നാഥനായിരുന്ന യേശു മിശിഹാ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. സമയം സമ്മതപത്രമായി. ദൈവത്തിൽ വന്യപിതാവായുള്ളത് ഈ കെട്ടിടം ദൈവത്തിന് മൊത്തനും ദക്ഷിണ സഭയിൽ ഈസ്റ്റ്വെല്ലം മഹാടവിൽ പൂമാല സെന്റ് പോൾസ് ഈസ്റ്റേൺ സഭയിലെ ശുശ്രൂഷകരുടെ താമസത്തിനും ശുശ്രൂഷയ്ക്കുമായി പണിയപ്പെട്ടിരിക്കുന്നു എന്നും ഇതിൻ്റെ ലക്ഷ്യമായി ഞാൻ സെന്റ് പോൾസ് ഈസ്റ്റേൺ സഭയുടെ നാമത്തിൽ അതിൻ്റെ താക്കോലും പ്രതിഷ്ഠാപത്രവും അംഗീകരിപ്പിക്കും. ഈ കെട്ടിടം പ്രതിഷ്ഠ തരുവാനായി അങ്ങയോട് അപേക്ഷിച്ചു കൊള്ളുന്നു എന്ന സഭയ്ക്ക് വേണ്ടി കൈക്കാരൻ സാന്ത്വനിച്ചു. ദൈവനാമമഹത്വത്തിനും ഇവിടെ കാലാകാലങ്ങളിൽ ശുശ്രൂഷയ്ക്കായി വരുന്ന പ്രിയപ്പെട്ടവരുടെ ശുശ്രൂഷയുടെ താമസത്തിനുമായി അധിവാസത്തിനുമായി ഈ ഭവനം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ പ്രതിഷ്ഠിക്കുന്നു. സ്തുതി
നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവാത്മാവനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. കർത്താവേ, ഞങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ആകാശഭൂമിയുടെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മകനായ കർത്താവേ, അങ്ങേക്ക് മഹത്വമുണ്ടാകട്ടെ. അങ്ങ് പരിശുദ്ധനാകുന്നു. സർവശക്തനേ, അങ്ങ് പരിശുദ്ധനാകുന്നു. അങ്ങ് പരിശുദ്ധനാകുന്നു. ക്രൂശിക്കപ്പെട്ട ഞങ്ങൾ വീണപ്പായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പ്രാർത്ഥന സ്തോത്രം കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെ സകല പ്രവർത്തികൾ ഞങ്ങൾ നിങ്ങൾ ആരംഭിച്ച് നടത്തി അവസാനിപ്പിച്ച് ഞങ്ങൾ നിന്റെ പരിശുദ്ധ നാമത്തെ മോദപ്പെടുത്തുവാനും ഒടുക്കത്തിന്റെ കരുണ കൊണ്ട് നിത്യം ലഭിക്കുവാനും ഞങ്ങൾ ചെയ്യുന്നതൊക്കെ നിന്റെ മഹാൻപുള്ള കൃപ കൊണ്ട് ഞങ്ങളെ മുമ്പിടുകയും ഇടപെടാതെ ഞങ്ങൾക്ക് സഹായിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങളെ കർത്താവായ യേശു മിശിഹാ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. സങ്കേതവും ബലമാകുന്ന കർത്താവേ, ഞങ്ങളുടെ ദൈനംദിന കർത്തവ്യങ്ങളിൽ നീ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. ഈ കുടുംബത്തിന്റെ നാഥനും ഈ ഭവനത്തിന്റെ രക്ഷകനുമായി നിന്നെ അംഗീകരിക്കുവാൻ ഈ ഭവനത്തിൽ പാർക്കുന്ന നിന്റെ മക്കൾക്ക് നിരന്തരമായ ആശ്രയവും വിനയവും വിശ്വസ്തയും നൽകണമെന്ന് ഞങ്ങളെ കർത്താവായ യേശു മിശിഹാ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. പാഠഭാഗം അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായം 4 മുതൽ 7 വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തെ കേൾപ്പീൻ. 1 കൊരിന്ത്യർ 13-ാം അധ്യായം 1 മുതൽ 7 വരെ 4 മുതൽ 7 വരെ. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർശിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദോഷപ്പെടുന്നില്ല.
ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു. എല്ലാം ഓർക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു. ഇപ്പോൾ വായിക്കുവാൻ നിശ്ചയിച്ചതായ വേദഭാഗം വായിച്ചു കഴിഞ്ഞിരിക്കുന്നു. സങ്കീർത്തനം 91 സങ്കീർത്തനം. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ചൊല്ലാം. അപ്പോസ്തലിക വിശ്വാസ പ്രമാണം. സർവശക്തി കർത്താവ് നിങ്ങളോട് കൂടെയിരിക്കട്ടെ. ദൈവമേ, എല്ലാം നല്ലതാണവൻ തികഞ്ഞവരൊക്കെ നിന്നല്ലോ വരുന്നത്. നിന്റെ മഹത്വത്തിന് നിന്റെ മക്കൾ അധിവാസമായി ഈ ഭവനത്തിന്റെ പണി പൂർത്തിയാക്കി നിങ്ങൾ ലഭിച്ചില്ല നടത്തുകൾക്കും നന്മകൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ മക്കളുടെ അധ്വാനത്തെ കൈക്കൊണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയും നിർവഹിക്കുകയും ചെയ്തതിനപ്പുറമായി ഈ ഭവനത്തെയും ഇതിൽ പാർക്കുന്നവരെയും അനുഗ്രഹിച്ച് നിന്റെ മഹത്വത്തിനെ ഉപയോഗിപ്പാൻ നിനക്ക് ഇഷ്ടമുണ്ടാകണമെന്ന് ഞങ്ങൾ ഏറ്റവും വിനയമായി അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, നീ വീട് പണിയാതിരുന്നാൽ പണിയെന്നുള്ളത് അധ്വാനിക്കുന്നു. നീ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥാ ജാഗരിക്കുന്നു. ഈ മിഷൻ ഭവനത്തിന്റെ പണിക്കായി അത് പണി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഈ കുടുംബത്തിന് നിന്റെ സഹായവും അനുഗ്രഹവും നൽകിയതിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. അവരുടെ മേലും ഈ ഭവനത്തിന്റെ നിർമ്മാണത്തിൽ സഹകരിച്ച എല്ലാവരുടെ മേലും ഉണ്ടായിരുന്ന നിന്റെ കരുതലിനായും സംരക്ഷണനായും ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. നിന്നും നന്ദി അർപ്പിക്കുന്നു. നിന്നോട് എന്നും വേറായിരിക്കുവാനും ഇനിയും സഹായിക്കുവാൻ നിന്റെ കരം ശക്തമാണെന്ന് ഉറപ്പായിരിക്കുവാനും നിന്റെ പൂർണ്ണഹിതം നിറവേറ്റുവാൻ സദാസന്നദ്ധരായിരിക്കുവാനും ഞങ്ങൾക്ക് എല്ലാവർക്കും ഇടയാക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ സ്വീകരണമുറി നാം പ്രതിഷ്ഠിച്ച് വേർതിരിക്കുന്നു. വാഴ്ത്തപ്പെട്ട ദൈവമേ, സഹോദരങ്ങൾ ഒത്തൊരുമിച്ച് വസിക്കുന്ന ശുഭവും മനോഹരവുമാകുന്നുവല്ലോ. ഈ മുറിയിൽ വെച്ചുള്ള എല്ലാ സംഭാഷണങ്ങളും ഇടപാടുകളും നിനക്ക് മഹത്വം വരുന്നവയും പ്രസാദകരവുമായിരിക്കേണ്ടതിന് അതിഥികളെയും അതിഥേയരെയും തിരുസാന്നിധ്യത്താൽ ശക്തീകരിക്കണമേ. അന്യോന്യമുള്ള വിശ്വസതയിൽ നിലനിൽക്കുവാനും സ്നേഹബന്ധത്തിൽ വളരുവാനും കൂട്ടായ്മയെ ബലപ്പെടുവാനും പരസ്പരം അഭിവൃദ്ധിപ്പെടുത്തുവാനും നിന്റെ ദാസരെ സഹായിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പ്രാർത്ഥനയ്ക്കുള്ള ഈ സ്ഥലവും നാം പ്രതീക്ഷിച്ച് വേർതിരിക്കുന്നു.
ദൈവമേ ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കുമാണ് ഈ സ്ഥലത്തിന്റെ സാന്നിധ്യം നിന്റെ ദാസരെ രൂപപ്പെടുത്തിയവർ പ്രാർത്ഥനയോടെ ദൈവമായ സംസ്കാരം പുതുശക്തി പ്രാപിപ്പാൻ സഹായിക്കണമേ. ആത്മാവിനും സത്യത്തിനും ഇവിടെ അർപ്പിക്കപ്പെടുന്ന ആരാധന നിനക്ക് പ്രസാദമായ യാഗമായി സ്വീകരിച്ച നിന്റെ മക്കളെ അനുഗ്രഹിക്കണമെന്നോ യേശുമിശിഹാ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. കീർത്തനം പിന്നെയുള്ള ചരണങ്ങൾ പാടി ഓരോ ചരണം പാടി ഓരോ മുറിയിൽ നമ്മൾ പ്രതിഷ്ഠിക്കും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ കിടപ്പുറ പ്രതിഷ്ഠിച്ച് വേർതിരിക്കുന്നു. ദൈവമായ കർത്താവേ, നിന്റെ സാന്നിധ്യം ഭയാശങ്കകളിൽ നിന്നെവിടെയും ഹൃദയത്തിന് സമാധാനവും നൽകുന്നതിനാൽ ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. തങ്ങളുടെ കിടക്കമേ ഹൃദയത്തിൽ ധ്യാനിക്കുവാനുമായിരിക്കുവാനും സമാധാനത്തോടെ ശ്രമിച്ച് പ്രതിശക്തിയും ചൈതന്യവും പ്രാപിക്കുവാനും നിന്റെ മക്കളെ സഹായിക്കണമേ. അവർ ഉറങ്ങുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും എല്ലായ്പ്പോഴും തിരുസാന്നിധ്യത്തിന് അവർക്ക് കോട്ടയായിരിക്കണമെന്ന് യേശുമിശിഹാ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ കിടപ്പുറ പ്രതിഷ്ഠിച്ച് വേർതിരിക്കുന്നു. പുതുശക്തി പ്രാപിപ്പാനും നിന്റെ മക്കൾക്ക് നിന്നുള്ള ആശ്രയം നൽകണമേ. തങ്ങളുടെ കിടക്കെ നിന്നെ ധ്യാനിച്ച സ്വന്തത്വം സമാധാനിപ്പാൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കണമേ. രാത്രി തങ്ങൾ തൃക്കൈയിൽ ഉറങ്ങുന്ന ബോധം നിന്റെ മക്കൾക്ക് നൽകണമേ. പുതിയ പ്രഭാതത്തിൽ നീതിസുവിന്റെ ശോഭ ഉണ്ടാവണം. നിന്നെ സ്തുതിപ്പാൻ കൃപ നൽകണമെന്ന് യേശുമിശിഹാ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു.
നാമത്തിൽ ഈ കിടപ്പുറ പ്രതിഷ്ഠിച്ച് വേർതിരിക്കുന്നു. ഞങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന പരിപാലകനായ ദൈവമേ, നിന്റെ മക്കൾ ഇവിടെ വിശ്രമിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഒരു ദോഷവും തട്ടാതോണവരെ കാത്തുകൊള്ളണമേ. തന്നിൽ ആശ്രയിക്കുന്നവരെ നിർഭയം വസിക്കുവാനാകുന്ന ദൈവമേ, ഇവിടെ വിശ്രമിക്കുന്നവർ മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ സഹായിക്കണമേ. ഓരോ ദിവസവും വിശ്രമവും സമാധാനം അനുഭവിക്കുന്ന സ്ഥലമായി ഈ മുറിയെ നീ അനുഗ്രഹിക്കണമെന്ന് യേശുമിശിഹാ മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ ഓഫീസുടെ നാം പ്രതിഷ്ഠിച്ച് വേർതിരിക്കുന്നു. നിന്റെ ദിവ്യ വിചാരണയാൽ വിവിധ സ്ഥലങ്ങളിലും സ്ഥാനങ്ങളിലേക്കനുസരിച്ച് വർദ്ധിപ്പാൻ നീ ഞങ്ങളെ നിയോഗിച്ചിരിക്കുന്നതല്ലോ. ദൈവമോത്വത്തിന് ജനങ്ങളുടെ സേവനത്തിന് വേണ്ടി ഉദ്യോഗിക്കുവാൻ ഇവിടെ പ്രവർത്തിക്കുന്ന ദാസനെ സഹായിക്കണമേ. ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളെ ആശീർവദിച്ച് ഐശ്വര്യപ്പെടുത്തണമേ. ഇവിടെ വെച്ചുള്ള എല്ലാ ഏർപ്പാടുകളും നിനക്ക് പ്രസാദനമായിപ്പാൻ നിന്റെ മക്കൾക്ക് ആവശ്യമായ ജ്ഞാനവും ശക്തിയും നൽകണമെന്ന് യേശുമിശിഹാ മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ മുറി നാം പ്രതിഷ്ഠിച്ച് വേർതിരിക്കുന്നു. എല്ലാ നന്മദാരുടെ ദാതാവായ ദൈവമേ, ഞങ്ങൾക്ക് അനാകാരങ്ങൾ നൽകുന്ന നന്മകൾക്കായി ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. ഈ സമ്മനശാല നിത്യം നിന്റെ മക്കൾക്ക് ആവശ്യമായ
സാറുകളുടെ നിറവാദിന മക്കളെ അനുഗ്രഹിക്കണമേ. കർത്താവേ ധാരാളമായ നന്മകളാൽ നിറയ്ക്കണമേ. പ്രതിമാസത്തിലും തങ്ങളുടെ മറ്റുള്ള പ്രകാരത്തെ ഉപയോഗിപ്പാൻ നിന്റെ മക്കളെ സഹായിക്കണമെന്ന് ഞങ്ങളുടെ പരിവാരം മൂലം ഞങ്ങൾ ഏറ്റവും വിനയമായി അപേക്ഷിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ അടുക്കള നാം പ്രതിഷ്ഠിച്ച് വേർതിരിക്കുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെയും നിന്റെ ധനത്തിന് ഒത്തവണ്ണം നിറവേറ്റി തരുന്ന ദൈവമേ, ഈ ഭവനത്തിലുള്ളവർക്ക് രുചികരമായ ആഹാരം പാകം ചെയ്യുവാൻ വേണ്ടി അധ്വാനിക്കരുടെ കൈകളെ നീ ശക്തീകരിക്കണമേ. ഭക്ഷണം നിന്റെ മക്കളുടെ ശരീരത്തെ പുഷ്ടിപ്പെടുത്തുകയും മനസ്സിനെ സന്തോഷിപ്പിക്കുകയും ചെയ്യുവാൻ നിന്നുള്ള ആശ്രയത്തോട് ഉത്സാഹത്തോട് ഇവിടെ ജോലി ചെയ്യുന്നവർ പ്രവർത്തിക്കേണ്ടതിന് അവർക്ക് കൃപ നൽകണമേ. എല്ലാവിധമായ അപകടങ്ങളിൽ നിന്നും ഇവിടെ അധ്വാനിക്കുന്നവരെ കാത്ത് പരിപാലിക്കുവാനും നിനക്ക് ഇഷ്ടമുണ്ടാകണമെന്ന് യേശു മിശിഹാ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആവശ്യമായിരുന്നു ഇന്ന് നിറവേറ്റുവാൻ അങ്ങോട്ട് കൃപചനായി സ്വാഗതിച്ചു. കർത്താവെ, പ്രത്യേകിച്ച് ഈ ഭവനത്തിൽ ഈ അടുക്കളയും വീണ്ടും വളർത്തേക്കാണ് പ്രാർത്ഥിച്ചു. ഇവിടെ ജോലി ചെയ്യുന്ന മക്കളെ ഓർമ്മയിലേക്ക് പലവിധമായ ആപത്തുകളിൽ പ്രത്യേകിച്ച് കർത്താവെ, ഈ ലോക ജീവിതത്തിനകത്ത് ഈ ലോകത്തുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഭൗതിക ശരീരത്തിന് ആവശ്യമായത് അത് ഏറ്റവും രുചികരമായി പാകം ചെയ്ത് നൽകുവാൻ, സന്തോഷത്തോടെ പാകം ചെയ്ത് നൽകുവാൻ കർത്താവെ മക്കളുടെ സഹായിക്കുന്നു. അത് ഭക്ഷിച്ച് ബലപ്പെട്ട് കർത്താവെ മോചിപ്പിക്കുവാൻ, കർത്താവെ ആത്മീയശക്തി പ്രായപ്പാൻ, പ്രത്യേകിച്ച് കർത്താവയുടെ ജോലി തന്നെ സഹായിക്കുന്നു. പ്രത്യേകിച്ച് പ്രിയകസുമാരെ സഹായിക്കുന്നവരോട് അവരെല്ലാവരെയും പ്രാർത്ഥിക്കുന്നത്
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും പഠനത്തിനാണ് ആഗ്രഹവും അനുഗ്രഹവും നൽകുമാറാണമേ. ദൈവാത മർമ്മങ്ങൾ ഗ്രഹിക്കാൻ അവിടെ മനസ്സിനെ പ്രകാശിപ്പിക്കണമേ. തങ്ങൾ നേടുന്ന പരിജ്ഞാനം അഭിവൃദ്ധിക്കായി നന്മയ്ക്കുമായി പ്രയോജനപ്പെടുത്തുവാൻ വിശാലമായ ദർശനവും വിവേകവും നിന്റെ ദാസർക്ക് നൽകണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കണമേ. സ്ഥലങ്ങളിലെ സൗകര്യത്തിൽ ഇരിക്കാവുന്നതാണ് ഈ കസ്റ്റമർ. വളരെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു, പ്രാർത്ഥനയായിരുന്നു നമുക്കിവിടെ ഒരു കലാകാലങ്ങളിൽ ശുശ്രൂഷകർക്ക് വരുന്ന ശുശ്രൂഷകർക്ക് താമസിപ്പാനുള്ള ഒരു ഇടം എന്നുള്ളത്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇവിടം ഒരു അല്പം താഴ്ന്ന ഒരു സ്ഥലമായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ അന്നത്തെ കൃത്യമായ സാഹചര്യം എന്ന് പറയുന്നതൊക്കെ സാമ്പത്തികമായിട്ടുള്ള ആവശ്യം അല്ലെങ്കിൽ ഭദ്രത നമുക്ക് പലപ്പോഴും ഇല്ല. അതുകൊണ്ട് തന്നെ അന്നത്തെ സാഹചര്യത്തിൽ ഒരു തറ ഉണ്ടാക്കി നമ്മൾ പണിതു. പക്ഷേ അത് വേണ്ട രീതിയിൽ നമുക്ക് പൊക്കിക്കെട്ടാനൊന്നും അന്ന് പറ്റുന്നില്ല. കാരണം അന്ന് കല്ല് ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് അന്നത്തെ സാഹചര്യം നമ്മളത് ചെയ്തു. എന്നാൽ അത് നമുക്ക് പലപ്പോഴും മഴക്കാലമാകുമ്പോഴൊക്കെ ഒത്തിരി ബുദ്ധിമുട്ട് ഉണ്ടാക്കി. അതിനെല്ലാം മധ്യത്തിൽ വീണ്ടും നമ്മൾ അതിൻ്റെ പണികളെ കുറിച്ച് ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്തു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇവിടെ എത്ര ലോഡ് മണ്ണിട്ടെന്ന് എനിക്കറിയില്ല. ഇവിടെ പൊക്കിയെടുക്കാൻ 52 ലോഡ് മണ്ണ് ഇട്ടാണ് ഇവിടെ ഈ തറ ഈ ലെവലാക്കി. അപ്പം എന്തുമാത്രം പണം അതിൻ്റെ പിന്നിൽ നമ്മൾ ചെലവഴിച്ചു എന്ന് ഓർത്താൽ മതി. അങ്ങനെ വളരെ വളരെ അധ്വാനം ഇതിൻ്റെ പിന്നിലുണ്ടായി, സാമ്പത്തിക ചെലവുണ്ടായി. എന്നിരുന്നാലും അത് നമുക്കൊരാവശ്യം എന്നുള്ള നിലയിൽ അതിനെ കാണുകയും അതിനുവേണ്ടി സ്വഭാവമക്കൾ പ്രത്യേകിച്ച് ഒരു മടുപ്പ് കൂടാതെ അതിനുവേണ്ടി അധ്വാനിച്ചു. അതോടൊപ്പം ഞാൻ ദൈവത്തിന് നന്ദി കരയേറ്റം പറയാനുള്ള സ്വാഗതം ചെയ്യുന്നു. ഇതിൽ കാണുന്ന പോലെ കഴിഞ്ഞ ഒരു വർഷം, കഴിഞ്ഞ ജൂൺ മാസത്തിലാണെന്ന് നമ്മൾ ഇതുപോലെ മഴയുള്ള ഒരു സമയത്ത് തന്നെയാണ് ഇവിടെ നമ്മൾ കല്ലിട്ട് അതിൻ്റെ പണികൾ ആരംഭിച്ചത്. എന്നാൽ ഞാൻ അന്ന് കണ്ടതിനേക്കാൾ വളരെ വളരെ ഭംഗിയായിട്ട്
മനോഹരമായിട്ട് ബലവത്തായിട്ട് ഇതിൻ്റെ പണികൾ പൂത്തിരിപ്പാനായിട്ട് ദൈവം സഹായിച്ചു. അതിൻ്റെ പിന്നിൽ അധ്വാനിച്ച നേതൃത്വം നൽകിയ അച്ഛനെയും അതുപോലെ തന്നെ കാലകാലം ഉണ്ടായിരുന്ന ശുശ്രൂഷയും പ്രത്യേകിച്ച് ഇപ്പോൾ ശുശ്രൂഷ ചെയ്യുന്ന പ്രിയപ്പെട്ട ജോൺസൺ സാറിനെയും സാറിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന കൈക്കാരന്മാർ, കമ്മിറ്റി അംഗങ്ങൾ, അതുപോലെ തന്നെ സെക്രട്ടറി, ഡൈസൺ കൗൺസിൽ അംഗങ്ങൾ, കപ്പിയാരച്ചൻ, എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റും. ഇന്ന് നമ്മൾ ദൈവനാമത്തിന് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. വളരെ മനോഹരമായിരിക്കുന്നു. ഇത് ഞാൻ കണ്ടപ്പോൾ ഓർക്കുമായിരുന്നു, പലയിടത്തും നമ്മൾ ശുശ്രൂഷരെ വെക്കുമ്പോൾ അല്ലെങ്കിൽ അച്ഛന്മാരെ വെക്കുമ്പോൾ അവർക്ക് താമസിക്കാനുള്ള സൗകര്യമില്ല എന്ന് പറഞ്ഞ് അല്പസ്വല്പമായ മടികളൊക്കെയും ഏതാനും ചിലരൊക്കെ പറയാറുണ്ട്. അത് അവരുടെ ഒരു കാര്യമല്ല. എന്നാലും മറ്റ് അവരുടെ കുടുംബാംഗങ്ങളെ എല്ലാവരും ഒരേ രീതിയിലുള്ള പ്രതിഷ്ഠയോടെ നല്ല ശുശ്രൂഷിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാ അസൗകര്യങ്ങളോടുകൂടെ താമസിക്കാൻ എല്ലാവർക്കും പറ്റിയെന്ന് വരികയില്ല. അതുകൊണ്ട് തന്നെ അല്പസ്വല്പമായ അസ്വസ്ഥകളൊക്കെ ഉണ്ടാകാറുണ്ട്. അത് ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു. പലപ്പോഴും മിഷൻ വീട്ടിൽ അല്ലെങ്കിൽ പാഴ്സണേജ് താമസിക്കാൻ പറ്റത്തില്ലാത്തതിന് വീടുകൾ അന്വേഷിക്കുന്നു, വാടക വീടുകൾ അന്വേഷിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം ഒരു പാഴ്സണേജ് ഇങ്ങനെ പറഞ്ഞു, പലതവണ വിളിച്ചു, അവിടെ പുതുതായിട്ട് പണിതാണ്, പക്ഷേ അതിൻ്റെ അകത്ത് വെള്ളം ഇങ്ങനെ ഒഴുകുന്നു, താമസിക്കാൻ പറ്റത്തില്ല, മഴ പെയ്താൽ ഒരു രക്ഷയില്ല എന്ന് പറയുണ്ടായി. വാടക വീട് എടുക്കാനായിട്ട് നമ്മൾ പറഞ്ഞു. കാരണം താമസം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. പ്രത്യേകിച്ച് കേരളക്കാരെ സംബന്ധിച്ച് സ്വന്തമായൊരു വീടും അത് മനോഹരമായൊരു വീടും ഒക്കെ അവരുടെ ഒരു സ്വപ്നമാണ്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത് വളരെ വ്യത്യസ്തരാണ് നമ്മുടെ കേരളീയർ, മലയാളികൾ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നമുക്ക് പൂമാല പ്രദേശങ്ങൾ മനോഹരമായൊരു പള്ളി നമുക്ക് ദൈവം നൽകി. ഇപ്രകാരം ഇന്ന് ഒരു മനോഹരമായ പാഴ്സനേജും കൂടെ പ്രതീക്ഷിച്ച് നൽകുവാൻ, മിഷൻ ഹൗസ് പ്രതീക്ഷിച്ച് നൽകുവാനായിട്ട് ഇടയായിത്തീർന്നു. വളരെ വിശാലമായൊരു റൂമുണ്ട്. അത് പ്രത്യേകിച്ച് ഓഫീസ് റൂമുണ്ട്. അതുപോലെ തന്നെ ഈ വിശാലത വന്നപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ കിടക്കമ്പറി അതിനനുസരിച്ചുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തു. അതുപോലെ തന്നെ ബാത്റൂമുകളൊക്കെ അതിന് സൗകര്യപ്രദമാക്കി. അങ്ങനെ പറഞ്ഞ ആ ഒരു രീതി തന്നെ അത് ചെയ്യാനായിട്ട് ദൈവം ഇടയാക്കി. ഞാൻ ഈ സമയത്ത് വീണ്ടും സഭാമക്കളെ നിങ്ങളെല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം ഇതിന് വേറെ ഒരു സഹായങ്ങളോ കാര്യങ്ങളോ തന്നെ നമ്മൾ തന്നെ ഇവിടെ നിന്ന് ഉള്ള സഹായങ്ങളാണ് നിങ്ങൾ ചെയ്ത സഹായങ്ങളാണ്. പിന്നെ കടം വായ്പകളാണ് നമ്മൾ കേട്ടല്ലോ, അതിലൊക്കെ തീർക്കാനായിട്ടുണ്ട്. എങ്കിലും അതെല്ലാം ഓർത്താൻ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. പ്രത്യേകമായ എല്ലാവിധമായ അഭിനന്ദനങ്ങളും ഞാൻ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. ഒരുപക്ഷെ മഹാടവിൽ നിന്ന് പ്രത്യേകിച്ച് സഹായങ്ങളൊന്നും കിട്ടിയില്ല എങ്കിലും സാമ്പത്തികമായിട്ടുള്ള പൈസയായിട്ട് കിട്ടിയില്ല. സപ്പോർട്ടാണ്, വെറും സപ്പോർട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം എന്നിരുന്നാലും മഹാടവെന്ന് ഇതിന്റെ ഈ ആസ്തി വർദ്ധിക്കുന്നത് മഹാടേക്കാണ്. അത് പറയാൻ വേണ്ടി ഞാൻ വന്നത്. ഇപ്പൊ ഇതിനിപ്പോ പറഞ്ഞ പോലെ 16 ലക്ഷം രൂപ അല്ലെങ്കിൽ 20 ലക്ഷം രൂപ ചിലവായെങ്കിൽ കഴിഞ്ഞ വർഷത്തിനേക്കാളും നമ്മുടെ മകളുടെ ആസ്തി 20 ലക്ഷം എന്ത് ചെയ്തു കൂടി. അതിന് കാരണക്കാരൻ നിങ്ങളാണ്. അങ്ങനെയാണ് ഇതിൻ്റെ വളർന്ന് പറയുന്നത്. വികസനത്തിൻ്റെ ഭാഗമാണ് നമുക്ക് എടുക്കാൻ സാധിക്കും. അപ്പം അവിടെ നിന്ന് വേണ്ട സഹായമൊന്നും കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യുന്നില്ല, നിങ്ങളതിനെക്കുറിച്ച് പരിവർത്തനമൊന്നുമില്ല, അന്നേരം നന്ദില്ലല്ലോ എന്ന് പറഞ്ഞില്ല. അതിലും ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇതിപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന അത്രയും 50% പൈസ ഉണ്ടാകണമെന്നാണ്, ക്യാഷ് ലിക്വിഡ് ക്യാഷ് ഉണ്ടായിരിക്കണമെന്നാണ് ഇപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്ന ഒരു നിബന്ധന. കൗൺസിൽ വന്ന് പറഞ്ഞപ്പോൾ അത് പൈസ ഇല്ല എങ്കിലും അങ്ങനെ പൈസ ഇല്ലെങ്കിൽ എന്ത് ചെയ്യുന്നില്ല, പണി തീരത്തില്ല. അതങ്ങനെ കിട്ടും. അതാണ് നമ്മളങ്ങനെ പറയുന്നത്. ഇവിടെ പൂമാല സഭയുടെ കാര്യം നമ്മൾ നോക്കുമ്പോൾ പള്ളിപ്പണിയുടെ കാലത്ത് നമുക്ക് കയ്യിൽ ഒത്തിരി പൈസ ഉണ്ടായിരുന്നില്ല. പക്ഷേ സഭ എന്ത് ചെയ്ത് കടമൊക്കെ എടുത്ത് എന്ത് ചെയ്ത് അതിൻ്റെ ലോൺ എടുത്ത് ചെയ്ത് എനിക്കറിയാം, കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോർട്ടിക്ക പറഞ്ഞപ്പോഴും അതിന് പണം ഉണ്ടാക്കിയപ്പോഴും വെച്ചിട്ടല്ല, അതും സഭാമത്വം ഉണ്ടായിരുന്നു. ഇതിൻ്റെ പണിയും ഇതിന് മുഴുവൻ പൈസ ഉണ്ടാക്കിയിട്ടില്ല. അത് രണ്ടും ചെയ്ത് നിങ്ങളെ സാധനം തീർത്തു എന്നുള്ളത് ഒരു ഉറപ്പുണ്ടായിരുന്നു അച്ഛൻ പറഞ്ഞതുപോലെ. അതുകൊണ്ടാണത് മുഴുവൻ പൈസ ഉണ്ടായില്ലെങ്കിൽ അത് പണി ചെയ്യാൻ, കാരണം അത് അത്യാവശ്യം. ഇന്നിപ്പോൾ ഈ മഴയത്ത് ഇത് അടിയനാട് ചെയ്യേണ്ടി പിന്നെ തീർച്ചയായിട്ടും വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉത്സാഹിച്ച് ചെയ്യേണ്ടി വരുന്നത് നമുക്ക് വേറെ താമസിക്കാൻ സാധിക്കും. ഇപ്പോൾ പകരത്ത് താമസിക്കുന്നത് ഒരിക്കലും തന്നെ നമുക്ക് തൊട്ട് തന്നെ ഒരു വീട് കിട്ടിയത് അതിന് ആസിക ജാഗത്തിന്റെ വീടാണത്. അതെ, അത് നമുക്ക് കിട്ടി. തീർച്ചയായിട്ടും അത് നമുക്ക് വലിയ അനുഗ്രഹമായിരുന്നു. എന്നിരുന്നാലും ഈ മഴ സാഹചര്യമാണെങ്കിൽ പോലും ഇത് വേഗം പ്രതീക്ഷിക്കോടെ താമസിക്കാനായിട്ട് മാറേണ്ടതുണ്ടായിരുന്നു. അത് എല്ലാവരും ആരെയും മാറ്റിയത് തന്നെ എല്ലാവരും ഒന്നടങ്ങാൻ വേണ്ടി നിന്നു. എല്ലാവരും ഞാൻ പ്രത്യേകിച്ച് അഭിനന്ദിക്കുകയും ചെയ്തു. ഞങ്ങളോട് ഇക്കാര്യം വേഗം നേരത്തെ പറയും അതിനുള്ള സമയങ്ങളൊക്കെ പ്രത്യേകിച്ച് ഇന്ന് ഒരു ഞായറാഴ്ച ദിവസം, അവധി ദിവസം, എല്ലാവർക്കും വരാൻ പറ്റിയ ദിവസം നമുക്ക് ലഭിച്ചു. ഞാൻ ആദ്യം പറഞ്ഞത് നമുക്ക് രാവിലെ പ്രതിഷ്ഠ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാം എന്നാണ് പറഞ്ഞത്. കാരണം ഇവിടെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അത് ഉപകാരപ്പെടുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞ എല്ലാത്തിനും വേണ്ടി അത് നമുക്ക് മറ്റു പള്ളികളിൽ ആൾക്കാർ വരാനുണ്ട്, ദൂരദേശത്തെ ആൾക്കാർ വരാനുണ്ട്.
ഇന്നലെ താമസിച്ച ആൾക്കാർ പോയത് അതുകൊണ്ട് നമുക്ക് പള്ളി കഴിഞ്ഞിട്ടായിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും ഇവിടെ വന്നു ചേരാൻ ഇടയായിരുന്നു. നിങ്ങളെ പ്രത്യേകിച്ച് അഭിനന്ദിക്കുകയും നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഇക്കാലം അത്രയും ഇവിടെ താമസിച്ച് പഴയ പാഴ്സലിനാണെങ്കിലും ബുദ്ധിമുട്ടുള്ള സൗകര്യങ്ങളൊക്കെ മാറ്റി താമസിച്ച എല്ലാ ശുശ്രൂഷരെയും ഞാൻ ഓർക്കുന്നു. ആ കാലഘട്ടങ്ങളിലൊക്കെ നമ്മളിവിടെ നേതൃത്വം നൽകിയ ബഹുമാനോട് അച്ഛന്മാരെ ഞാൻ ചേർത്ത് ഓർക്കുന്നു. പ്രിയപ്പെട്ട പി ജോസഫ് അച്ഛൻ ഉൾപ്പെടെയുള്ള ആൾക്കാരോട് നമുക്ക് ഇവിടെ നിന്ന് ധാരാളം ശുശ്രൂഷകൾ എല്ലാ കാലത്തും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരെല്ലാം ഞാൻ സമയത്ത് ഓർക്കുന്നു. ഒരു ഭവനം ഇത് സാധാരണ ഇതുവരെ ഒരു കെട്ടിടമായിരുന്നു. ഇതൊരു കെട്ടിടമായി ഇപ്പോൾ ഇതൊരു ഭവനമായി ദൈവഭവനമായിട്ട് മാറിയത്. ദൈവഭവനം ഒരുപക്ഷെ ചോദിക്കുമായിരിക്കും ഒരു മെഷീൻ പെയിന്റ് അല്ലെങ്കിൽ ഒരു പാഴ്സനേജിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് പറയേണ്ടതുണ്ടോ എന്നൊരു പക്ഷേ ചോദിക്കുമായിരിക്കും. പക്ഷേ പറയാൻ എന്തിന് പറ്റത്തില്ല. ഒരു ഭവനം ഒരു ദൈവഭവനമായിട്ട് അറിയപ്പെടുന്നത് എങ്ങനെയാണ്, മനസ്സിലാകുന്നത് എങ്ങനെയാണ്? അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംഗതികൾ അവിടെ ഉണ്ടായിരിക്കണം അല്ലേ? സാധാരണ നമ്മൾ ചിലപ്പോൾ നമ്മുടെ വീടിന് വേണ്ടി കുരിശ് കാണും, അല്ലെങ്കിൽ യേശുവിൻ്റെ ഒരു ഫോട്ടോ കാണും, അല്ലെങ്കിൽ ഒരു വാക്കിംഗ് കാണും. അതെല്ലാമാണ് എന്ത് ചെയ്യും നമ്മുടെ ഈ ഭവനം ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ഇവിടെ താമസിക്കുന്നവർ എങ്ങനെയാണ് എന്ന് മറ്റുള്ളവർ അറിയുന്നു. ഇത് വഴിവക്കിലുള്ള ഒരു ഭവനമാണ്. കാലാകാലങ്ങളിലൂടെ താമസിക്കാൻ വരുന്ന ശിശുവോട് താമസിക്കുന്നതാണെങ്കിലും ഒരു ദൈവഭവനം എന്നുള്ളത് നമ്മളിപ്പോൾ ലേഖനവേദഭാഗം വായിച്ചപ്പോൾ ഫിലിപ്പിയ ലേഖനം വായിച്ചപ്പോൾ അതിനകത്ത് പറയുന്നത് കർത്താവിൽ സന്തോഷിപ്പീൻ പിന്നെയും പറയുന്നു എന്ന് പറഞ്ഞ് ആ വാക്യമാണ്. അപ്പോൾ അത് ദൈവത്തെ സ്തുതിക്കുന്ന സ്തുതിഗീതങ്ങൾ ഈ ഭവനത്തിൽ എന്ത് ചെയ്യണം, വരണം. രാവിലെയും വൈകുന്നേരവും ദൈവത്തെ സ്തുതിക്കുന്ന സ്തുതിഗീതങ്ങൾ, പ്രാർത്ഥനയുടെ ശബ്ദങ്ങൾ അത് ഉയരുമ്പോഴാണ് വഴിയെ പോകുന്നവർ അടുത്തൂടെ പോകുന്ന ആൾക്കാരില്ല എന്നെന്ന് മനസ്സിലാകുന്നത് ഇതൊരു ദൈവഭവനമാണെന്ന് മനസ്സിലാകും. ഒരു ഉദ്ദേശിയുടെ ഭവനത്തിൽ, ഒരു മിഷണറിയുടെ ഭവനത്തിൽ, ഒരു അച്ഛൻ്റെ ഭവനത്തിൽ പാട്ട് കേൾക്കണം, പ്രാർത്ഥന കേൾക്കണം എന്ന് പറഞ്ഞാൽ അത് അച്ഛ തിരുമേനി അത് അങ്ങനെ പറയേണ്ടതുണ്ടോ എന്നൊരു പക്ഷേ ചോദിക്കുമായിരിക്കും. പക്ഷേ അങ്ങനെയാണ് എന്ത് ചെയ്യുന്ന ഒരു ഭവനം ദൈവഭവനമാണ് നിൽക്കുന്നത് എന്ന് പൊതുവായിട്ട് ഞാൻ പറയുകയാണ്. തീർച്ചയായിട്ടും ശുശ്രൂഷ താമസിക്കുമ്പോൾ അവർ രാവിലെയും വൈകുന്നേരം പ്രാർത്ഥിക്കണം. അവർക്ക് വേണ്ടി മാത്രമല്ല ദേശത്തിനും വേണ്ടി എന്ത് പ്രാർത്ഥിക്കാൻ കടമപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഒരു വാസ്തവമായുള്ള കാര്യമാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ താമസിക്കാൻ വീടുണ്ടാക്കുന്നത്. ദേശത്ത് ശുശ്രൂഷകർ എന്ത് ചെയ്യണം, അവിടെ തന്നെ താമസിക്കണം. താമസിച്ച് ആ ദേശത്തിന് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥിക്കണം. അവിടെ ഇടവചനങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം, അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. പള്ളി വരാത്ത ആൾക്കാർക്കും വേണ്ടി എന്ത് ചെയ്യണം, നമ്മൾ പ്രാർത്ഥിക്കണം. അത് അവരുടെ ഒരു മനസ്സിലൊരു സന്തോഷമാണ്, അവരുടെ ഒരു വിശ്വാസമാണ്. ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യാൻ ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഉണ്ട്. ദേശത്തിന് വേണ്ടി മധ്യസ്ഥ ചെയ്യാൻ ഒരു മധ്യസ്ഥൻ ഉണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും അതങ്ങനെ തന്നെ ആയി തീരട്ടെ എന്ന് ഞാൻ എന്നെന്നും അങ്ങനെ നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് പ്രിയ ബിനു അച്ഛനെയും അതുപോലെ തന്നെ ജോൺസൺ സാറിനെയും ഇവിടുത്തെ കമ്മിറ്റി അംഗങ്ങളെയും അതുപോലെ കൗൺസിൽ അംഗങ്ങൾ പ്രിയപ്പെട്ടവർ എല്ലാവരും ഞാൻ അഭിനന്ദിക്കുന്നു. മനോഹരമായി എൻ്റെ ഡിസൈനൊക്കെ ചെയ്യുകയും അതുപോലെ തന്നെ പണി ചെയ്യുകയും ചെയ്ത എൻ്റെ പണിക്കാർ, അതിൻ്റെ പ്ലാൻ വരച്ചവർ എല്ലാവരെയും ഞാൻ ഓർക്കുന്നു. വളരെ നന്നായിരിക്കുന്നു, ഭംഗിയായിരിക്കുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. ആശ്രയിക്കുന്ന എല്ലാവരുടെയും സംരക്ഷകനായ ദൈവമേ, ഇവിടെ പാർക്കുന്ന എല്ലാവരെയും നിന്റെ ചെറുകിന് കീഴിൽ മറച്ചു കൊള്ളണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. എല്ലാ പരീക്ഷകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും അവരെ കാത്തുകൊള്ളണമേ. നിന്റെ സമൃദ്ധിയിൽ നിന്ന് അവരുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി കൊടുക്കണമേ. ക്രിസ്തുവിന്റെ സ്നേഹം അവരുടെ ഹൃദയങ്ങളിൽ ധാരാളമായി വസിക്കുകയും അവൻ ചെയ്യുന്നതിലെല്ലാം നിന്റെ ആത്മാവിനാൽ അവർ നയിക്കപ്പെടുകയും ചെയ്യണമേ. അവരുടെ ധനത്തിന്റെ എല്ലാ വിനിയോഗവും നിന്റെ മഹത്വത്തിനും നീതിയുടെ പരിപാലനത്തിനും ആയിരിക്കണമേ. നിന്റെ രക്ഷയിൽ അവർ എന്നും സന്തോഷിക്കുമാറാകണമെന്നും നിന്റെ രാജ്യത്തിലെ സകലവിശുദ്ധന്മാരും കൂടെ അവരെ പങ്കാളികളാക്കണമെന്നും ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. സർവശക്തനായ ദൈവമേ, നിന്റെ ഭവനത്തിൽ അനേകവാസനമുണ്ടല്ലോ. അങ്ങേ സ്നേഹിക്കുന്നവർക്കായി അവിടുന്ന് ഒരുക്കിയിട്ടുള്ള ഭവനത്തിൽ ഞങ്ങൾ വരും വരെയും അങ്ങയുടെ സേവയ്ക്കായി ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് സ്നേഹത്താൽ അന്യോന്യം സേവിക്കേണ്ടത് അങ്ങയുടെ സംതൃപ്തത്താൽ ഞങ്ങളുടെ വാസസ്ഥലങ്ങളെ വലയം ചെയ്തുകൊള്ളണമെന്ന് വിശ്വസിക്കാമൂലം
ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. മനുഷ്യരെ കുടുംബങ്ങളായി വസിക്കുമാറാകുന്ന ദൈവമേ, ഈ ഭവനത്തിൽ ഓരോ കാലത്ത് കൂട്ടായ്മയിൽ വസിക്കുവാനുള്ളവർക്ക് നിന്റെ കൃപ നൽകണമേ. സ്നേഹത്തിന്റെ ആത്മാവും ക്രിസ്തുവിന്റെ സമാധാനവും അവരുടെ ഹൃദയങ്ങളിലും ഈ ഭവനത്തിലും വാഴുമാറാകണമേ. അവർ ചെയ്തതിനൊക്കെ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവർക്ക് സഹായിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. നിന്റെ കൃപ ഞങ്ങളുടെ മേലുണ്ടായി പാട്ടേകളുടെ ദൈവമേ, ഭവനത്തെയും അനുഗ്രഹിക്കണമേ. ദുഷ്ടായിൽ നിന്നും ദുഷ്ടമനുഷ്യനെ കാത്ത് സൂക്ഷിക്കുകയും അതത് കാലത്തുള്ള ഭക്ഷണപദാർത്ഥമുള്ള സ്നേഹം, സമാധാനം, ഐക്യമത്യ, ആത്മശരീരവാദാരോഗ്യം എന്നിവ ഇതിൽ വർദ്ധിക്കുകയും ചെയ്യണമേ. വിശ്വാസിയുടെ പിതാവായ അബ്രാഹാമിന്റെ മരം ദൂതന്മാരാൽ അനുഗ്രഹിക്കപ്പെട്ടു. ദൂതന്മാരുടെ കർത്താവിനാൽ സക്കായുടെ ഭവനം അനുഗ്രഹിക്കപ്പെട്ടു. എന്റെ മക്കൾ ഇന്ന് പ്രവേശിച്ചിരിക്കുന്ന ഈ ഭവനത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം വസിക്കുകയും ഇത് നീതിമാന്മാരുടെ തലമുറയിൽ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുമാറാകണമേ. കർത്താവേ, സകല നീതിയുടെയും ശത്രുവായ സാത്താനെ ഈ ഭവനത്തിൽ നാട്ടിക്കളയണമേ. അവനിൽ പ്രവേശിക്കുകയോ പ്രബലപ്പെടുകയോ ചെയ്യരുതേ. ഇതിന്റെ അടിസ്ഥാനം വിശ്വാസത്തിന്റെ പാറമേലുറപ്പിക്കുകയും ഇതിൽ നിത്യജീവൻ വർദ്ധിപ്പിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഭവനത്തിലെ പൈതങ്ങളെ അനുഗ്രഹിക്കണമേ. ഇതിനുള്ള സ്നേഹത്തിനും ഭയത്തിനും അവർ വളരെ വളർത്തപ്പെടുകയും ചെയ്യണമേ. സ്നാപനത്തിൽ മത്സ്യാണാവയവും സ്വർഗരാജ്യവാസ്യമായി തീർന്ന അവർ നിന്റെ രാജ്യത്തിൽ വന്നെത്തോളം പരിശുദ്ധാത്മാവിനാദ്യം വർദ്ധിച്ചു വരുമാറാകണമേ. നിന്റെ മക്കളുടെ നിർമ്മലമായ സന്തോഷവും കളങ്കമറ്റ സ്നേഹവും സമാധാനശീലവും ഈ ഭവനത്തെ സ്വർഗതുല്യമാക്കി തീർക്കണമേ. യേശു മശിഹാ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഈ ഭവനത്തിന്റെ ഉപയോഗത്തിനായിട്ട് പ്രിയപ്പെട്ടവരെ സംഭാവനകളായിട്ട് നൽകിയിട്ടുള്ള വിലയ്ക്ക് വാങ്ങിയിട്ടുള്ള വിവിധങ്ങളായ ഉപകരണങ്ങളുണ്ട്. മേശയുണ്ട്, അതുപോലെ തന്നെ കസേരകളുണ്ട്, ഓഫീസ് ടേബിളുകളുണ്ട്, ഓഫീസിലെ മറ്റു ഉപകരണങ്ങളുണ്ട്, കട്ടിലുകളുണ്ട്. മറ്റ് ഇവിടെ ആവശ്യത്തിന് വേണ്ടി സംഭാവന ചെയ്തിരിക്കുന്നു എല്ലാ വസ്തുക്കളെയും നമുക്ക് ഈ സമയത്ത് ഇപ്പോൾ അത് വായിക്കുമ്പോൾ നമ്മളത് പ്രത്യേകിച്ച് ഇപ്പോൾ പ്രാർത്ഥിച്ച് ഇതിൻ്റെ ഈ ഭവനത്തിലെ ഉപയോഗത്തിനോട് വേർതിരിക്കും. സെക്രട്ടറി അത് ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. ഏതാണ്ട് 6 വർഷക്കാലമാണ് നമ്മളിവിടെ പാഴ്സൽ മണി ആരംഭിച്ചിട്ട്. അന്നൊരു ചെറിയ പൊട്ടായിരുന്നു, എന്നാൽ ഇന്ന് അത് വിരിഞ്ഞ നല്ലൊരു പൂവായി തീർന്നു. വളരെ സന്തോഷം. എന്തോ ഒരാൾ മാത്രമല്ലാണ്, എല്ലാവരുടെയും കൈത്താങ്ങൽ, കരുതുകൾ, അതിലുപരി എല്ലാവരും പ്രാർത്ഥിക്കുന്നു. അന്ന് മുതൽ ഇന്ന് വരെ സഹായിച്ചിട്ടുള്ള എല്ലാവരുടെയും പേരുകൾ ഞാൻ വായിക്കുന്നു. തറക്കല്ല് ജോസഫ് പി ജി പന്തക്കല്ല് ലാൻഡ് ഫാമിലി, സിമന്റ് കെ എ മാത്യു വട്ടക്കല്ല് ലാൻഡ് ഫാമിലി, സജി ലൂക്കോസ് മരുവകാല ലാൻഡ് ഫാമിലി, മധു കുഴിയാനിക്ക് ലാൻഡ് ഫാമിലി. കട്ടള മുൻകഥകൾ, അതായത് നമ്മുടെ ഈ കഥകൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത് എൽസമ്മ ജോർജ്. 3 കഥകളുണ്ട്. എൽസമ്മ ജോർജ് പൂമ്പടി. കട്ടള 1 പി ജെ ജോൺസൺ സാർ. കട്ടള 3 കെ പി സാമൽ കൊച്ചുവരക്കൽ. ഫ്രിഞ്ച് കട്ടൽ 2 പാളി 1 അന്നമ്മ ജോർജ് കാവളക്കാട്ട്. ജനൽ 3 പാളി 1 സാം ജേസ് മാർത്താനി. ജനൽ 3 പാളി 1 സൃജന സഖ്യം. സൃജന സഖ്യം കിച്ചൺ, ടൈല്, ഫാന് എന്നിവയും കൂടെ സ്പോൺസർ ചെയ്ത് നമുക്ക് സഹായിച്ചിട്ടുണ്ട്. ജനൽ 2 പാളി 1 വിലുപ്പ കുഞ്ഞുകുന്നേൽ. ജനൽപാളി സിമന്റ് സാം തൊട്ടി. കതക് 1 തോമസ് കുരുവിള തേൻകല്ലിങ്കൽ എള്ളുമ്പുറം. ബൾബ് അരുൺ മുത്തനാനി. മെറ്റൽ അമൽ രാജ താന്നിക്കൽ. ഓഫീസ് റൂമിലേക്ക് നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ ചാക്കോ അച്ഛൻ്റെയും കൊച്ചമ്മയുടെയും ഓർമ്മയ്ക്കായിട്ട് മക്കൾ നമുക്ക് തന്നേക്കുന്നതാണ്. അത് തന്നേക്കുന്നത് മേശ, കസേര, കപ്ബോർഡ് ഡോർ, സെറ്റി, ടീപോയ് എന്നിവ അവരുടെ ഓർമ്മയ്ക്കായി ജോസഫ് പെരുവിള ചാക്കോ ആൻഡ് ഫാമിലി നമുക്ക് സമ്മാനം തന്നിരിക്കുന്നു. യൂത്ത് മൂവ്മെന്റ് 1000 രൂപ, 10,000 രൂപ. ഇനി സഭാജനങ്ങളല്ലാതെ നമുക്ക് വേണ്ടി സഹായിച്ചിട്ടുണ്ട്, തന്നിട്ടുണ്ട്. അവരുടെ പേരുകൾ ഞാൻ വായിക്കുന്നു. സിമി ലെക്സൽ മദ്രാസ് 5000 രൂപ. ഏഷ്യൻ റേഡിയേഴ്സ് തൊടുപുഴ 2000 രൂപ. ASS രാജു തൊടുപുഴ 5000 രൂപ. KO ജോർജ് ആലക്കോട് 1000 രൂപ. റോസമ്മ ഇല്ലിക്കൽ 1000 രൂപ. മാത്യു ജോൺ കല്ലേപുരക്കൽ 8800 രൂപ. ശാരദ വെട്ടുകല്ലും പുറത്ത് 500 രൂപ.
ഇനി ഡെക്കറേഷൻ, ഇവിടെ കാണുന്ന ഡെക്കറേഷൻ നമുക്ക് സ്പോൺസർ ചെയ്തത് മുല്ലശ്ശേരി ജെയിംസ് സാറാണ്. പാൽ എലിസബത്ത് പീറ്റർ പടിഞ്ഞാറൻ വേണ്ടി പാലും തന്നു ഒരു കലവും നമുക്ക് തന്നിട്ടുണ്ട്. ഫോട്ടോ ഫോട്ടോ അമ്പാട്ട് കുന്ന ജോൺ ഒരു ഫോട്ടോയും നമുക്ക് തന്നിട്ടുണ്ട്. ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത്. നമുക്ക് പ്രാർത്ഥിക്കാം. സെന്റ് പോൾ CSI സഭയിലെ ഫാഷനിന്റെ ഉപയോഗത്തിനായി ഇവിടെ പേര് വായിക്കപ്പെട്ട എല്ലാ ഉപകരണങ്ങളും നമുക്ക് ഈ ഭവനത്തിൽ ഉപയോഗത്തിനായി പ്രത്യേകമായി പ്രതിഷ്ഠിച്ച് വേർതിരിക്കാം. സെന്റ് പോൾസ് നാമത്തിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ആലയത്തിന്റെ പാഴ്സനേജിൽ നൽകപ്പെട്ടിരിക്കുന്ന എല്ലാ ഉപകരണങ്ങളും നാം പ്രത്യേകം വേർതിരിച്ച് ദൈവനാമത്തിനായി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പ്രതിഷ്ഠിക്കുന്നു. നിനക്ക് പ്രസാദമുള്ള ആത്മീയങ്ങളെ അർപ്പിക്കുവാൻ നിന്റെ പുത്രൻ പോലെ ഞങ്ങളെ ഒരു ആത്മീയ പുരോഹിതവർഗമായി നിയമിച്ചിരിക്കുന്ന ദൈവമേ, ഈ ഭവനത്തിലെ വിവാഹത്തിനായി നിന്റെ ദാസർ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വസ്തുക്കളെയും അങ്ങോട്ട് കൈക്കൊള്ളണമേ. ഞങ്ങൾ ഞങ്ങളുടെ ദാനങ്ങളെ മാത്രമല്ല ഞങ്ങളെ തന്നെ നിന്റെ പീഠത്തിന്മേൽ അർപ്പിക്കുന്നതിനാൽ നിന്നെ എല്ലായ്പ്പോഴും തീഷ്ണതയോടെ ആരാധിക്കുവാൻ കൃപ അരുളണമെന്ന് ഞങ്ങളെ കർത്താവായ യേശു മിശിഹാ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് എല്ലാ കുടുംബങ്ങളെയും നമുക്ക് ഈ സമ്മതം നമ്മുടെ എല്ലാ ക്രിസ്തീയ കുടുംബങ്ങളുടെ മേലും ദൈവത്തിന്റെ ധാരാളമായ കൃപാകടാക്ഷം ഉണ്ടായിരിക്കണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ഭവനങ്ങളിൽ വളർത്തപ്പെടുന്ന കുഞ്ഞുങ്ങളെ നമുക്ക് ഓർക്കാം. പൈതങ്ങൾ എല്ലാവരും ദൈവഭയമുള്ള ഒരാൾ തുറന്നു വരുവാൻ കൃപ ചെയ്യണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ഒരു സമൂഹത്തിലെ ഏറ്റവും ചെറിയ ഘടകമാകുന്നല്ലോ ഒരു കുടുംബം എന്നുള്ളത്. സമൂഹം നന്മയിലും സമാധാനത്തിലും ഐശ്വര്യത്തിലും വളരണമെങ്കിൽ അവിടെ എത്തപ്പെടുന്ന ആളുകൾ നല്ല സ്വഭാവമുള്ളവരായി തീരണം. കുടുംബങ്ങളിൽ നിന്നാവുന്ന നല്ല നല്ല ആൾക്കാരുകൾ സമൂഹത്തിൽ ഇറങ്ങേണ്ടത്. അതുകൊണ്ട് എല്ലാ കുടുംബങ്ങളെയും നമുക്ക് ഓർക്കാം. നമ്മുടെ രാജ്യത്തെല്ലാം മറ്റു എല്ലാ ഭവനങ്ങളെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ക്രിസ്ത്യാനികളായ കുടുംബങ്ങളെല്ലാവരും നമുക്ക് ഓർക്കാം. എല്ലാവരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ് തീരുവാൻ ദൈവമേ കൃപ ചെയ്യണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള പിതാവേ, രാജ്യത്തുള്ള എല്ലാ കുടുംബങ്ങളുടെ മേൽ നിന്റെ അനുഗ്രഹത്തെ പകരണമേ. കർത്താവിന്റെ രക്ഷിതാവായ യേശു മിശിഹാ നായകനായി എല്ലാ കുടുംബങ്ങളെയും ഭരിച്ച നടത്തണമേ. കുഞ്ഞുങ്ങളുടെ പരിശീലനത്തിൽ എല്ലാ മാതാപിതാക്കളെയും മതസ്ഥന്മാരെയും കൃപയിൽ ശക്തീകരിക്കണമേ. സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും സേവനത്തിന്റെയും ആത്മാവിനെ എല്ലാവരുടെ മേലും പകരണമേ. നിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് ഞങ്ങളുടെ ജീവിതവും ഞങ്ങളുടെ പ്രവർത്തനങ്ങളും ക്രമപ്പെടുത്തുവാൻ സഹായിക്കണമേ. കുടുംബങ്ങളുടെ ക്രൈസ്തവ സാക്ഷ്യം മൂലം നിന്റെ നാമം മഹത്വപ്പെടുവാനും നിന്റെ സഭയ്ക്ക് ആത്മീക അഭിവൃദ്ധി ഉണ്ടാകുവാനും നിന്റെ രാജ്യം വളരുവാനും കൃപ നൽകണമെന്ന് ആശ്രയത്തിലെ ഭവനത്തിലെ അനുഗ്രഹമായി തീരുന്ന യേശു മിശിഹാ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ യേശുവേ
പിതാവേ, എല്ലാ നല്ല ദാനവും തികഞ്ഞ വരവും ഞങ്ങൾക്ക് നൽകുന്ന വാഴ്ത്തപ്പെട്ട കർത്താവേ, ഈ മിഷന്മാരുടെ ഡെഡിക്കേഷനുമായി ബന്ധപ്പെട്ട് എടുക്കപ്പെട്ടതായ സ്തോത്രകാഴ്ച ഞങ്ങൾ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, നൽകിയ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. സ്വർഗീയ ഭണ്ഡാരം തുറന്ന് സ്ഥലം തികയാതെ വരുവോളം അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയ്ക്ക് നേരത്തെ നൽകിയ അഭിമന്യ തിരുമേനിക്കായി പ്രാർത്ഥിക്കുന്നു. വികാരിയച്ഛനായി പ്രാർത്ഥിക്കുന്നു. ഈ സഭയെ ശുശ്രൂഷ ചെയ്യുന്നതായ ജോൺസൺ സാറിനെയും കുടുംബമായി സമർപ്പിക്കുന്നു. വലിയ ആളുകളിൽ ശുശ്രൂഷ ചെയ്ത കെ യോസഫ് സാറിനെയും വിവിധ കാലങ്ങളിൽ ശുശ്രൂഷ ചെയ്ത എല്ലാ അച്ഛന്മാരെയും എല്ലാ ശുശ്രൂഷരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒരു കൂടി ഈ സഭയ്ക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കായി നന്ദിയോടെ സ്തോത്രം. ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം. ഭാവി ഈ പാസ്നയുടെ പണിക്കായി വിവിധ രീതിയിൽ സഹകരിച്ച എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിച്ച് ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയിൽ ഞങ്ങളെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. കാലാകാലങ്ങൾ ഇവിടെ വസിച്ചുകൊണ്ട് അവിടുത്തെ വേല ചെയ്യുന്ന എല്ലാ കർത്തൃദാസരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർ കൂടി ധാരാളമായ ദൈവകൃപ അനുഭവിക്കാനും എല്ലാ സഭാംഗങ്ങളെയും അവിടുന്ന് സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണം. പുത്രന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് ദൈവത്തെ കേട്ടല്ലമേ. ആശീർവാദം. പ്രിയ സഹോദരങ്ങളെ, സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ. തീയനെ വരുന്നതിനോട് പറ്റിക്കൊള്ളുവേൻ. സഹോദരപ്രീതികളെ സ്ഥായിക്കൊണ്ട് ബഹുമാനിക്കുന്ന അന്യോന്യം മുന്നിട്ടുകൊള്ളുവേൻ. ആശയിൽ സന്തോഷിക്കുവേൻ. കഷ്ടതയിൽ സഹിഷ്ണുത കാണിക്കുവേൻ. പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുവേൻ. ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരോട് സമാധാനം ആചരിക്കുവേൻ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ ഉണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. പ്രത്യേകിച്ച് ഇന്ന് ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവർക്കുന്നു. അതോടൊപ്പം നമ്മുടെ പഞ്ചായത്ത് വെള്ളിയാമറ്റം പഞ്ചായത്ത് പ്രസിഡന്റ് മോഹൻദാസ് നമ്മളോടൊപ്പം ഉണ്ട്. അവർ ചെറിയ വാക്കിലെ ആശംസ പറയുന്നതാണ് ഈ സമയം. അതോടൊപ്പം തന്നെ നമ്മുടെ ഇടവക ഒന്നാര ഇടവേന്ന കമ്മിറ്റി അംഗങ്ങള് ഏക്കാരന്മാരെ കൗൺസിൽ മെമ്പറെ പ്രിയപ്പെട്ടവരെ ഒക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്ത സമയം നമ്മുടെ നമ്മുടെ കോൺട്രാക്ട് എടുത്തത് കൺസ്ട്രക്ഷൻ ആണ്. വളരെ ഉത്തരവാദിത്തത്തോടുകൂടെ തുടക്കം മുതൽ അവസാനം വരെ കഠിനാധ്വാനം ചെയ്തു. പ്രത്യേകിച്ച് ഈ സമയം ഓർക്കുന്നു. കൂടെ ജോലി ചെയ്ത അനേകം പേരുണ്ട്. നമ്മൾ തന്നെ സഭാമക്കളുണ്ട്. നൽകി ഈ സമയം പ്രസിഡന്റ് വളരെ മനോഹരമായിട്ട് ഒരു മിഷൻ വീട് പൂർത്തീകരിക്കാൻ അവിടെയുള്ള സാധാരണക്കാർക്ക് വളരെ വേഗത്തിൽ തന്നെ കഴിഞ്ഞു. ഈ പള്ളിക്കും ഈ ഇടവകയിലെ അംഗങ്ങൾക്കും നാൾക്ക് നാൾ ഈ നാടിനുണ്ടാവുന്ന രോഗം ഈ പള്ളിയുടെ നിർദ്ദേശത്തിൽ ഉണ്ടാവട്ടെ. എല്ലാവർക്കും എല്ലാ നന്മകളും നൽകുന്നു. ഉണ്ടാകട്ടെ. അത് വർഷങ്ങളായിട്ട് സഭ വളരെയധികം അധ്വാനിച്ച് സാമ്പത്തികമായും ശാരീരികമായിട്ടുള്ള അധ്വാനത്തിലൂടെയും ഇത്ര മനോഹരമായ ഒരു ഭവനം പടുത്തുയർത്തുവാനായിട്ട് ദൈവസഭയായി നമ്മെ സഹായിച്ചു, നമ്മെ അതിനു വേണ്ടി ഒരുക്കി എന്നുള്ളത് വളരെ സന്തോഷകരമായിരിക്കുന്ന കാര്യമാണ്. വാർക്ക് വരെയുള്ളതായ പണി ചെയ്ത് പൂർത്തീകരിച്ചതിന് ശേഷം അതേ ചോദിച്ചു, സാറേ ഇനി മുന്നോട്ട് കാര്യങ്ങൾ എങ്ങനെ പോകും എന്ന്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നെഹമ്യാ പ്രവാചകൻ പറഞ്ഞതായ നെഹമ്യാ 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നു, സ്വർഗ്ഗത്തിൽ ദൈവം ഇത്രത്തോളം നടത്തിയ ദൈവത്തിനും ഞങ്ങൾ സഭയായി നന്ദിയും സ്തോത്രവും അർപ്പിക്കുന്നു. ഇതിൽ യാത്രകൾ വളരെയേറെ സ്വന്തം കാര്യങ്ങൾ പോലും
ആശുപത്രി കാര്യങ്ങൾ പോലും മാറ്റിവെച്ച് വളരെ ആത്മാർത്ഥമായിട്ട് രാവില്ല പകലില്ലാതെ അധ്വാനിച്ചതായ ഏതാനും ചില കുട്ടികൾ ഞാൻ പേരെടുത്ത് പറയുന്നു. അതുപോലെ തന്നെ മറ്റ് പ്രിയപ്പെട്ടവർ, സംഘടനകൾ, ഞങ്ങളുടെ ഭാരവാഹികൾ എല്ലാവരെയും ഞാൻ ഈ സമയം ഓർക്കുന്നു. കൈക്കാരന്മാർ, കമ്മിറ്റി അംഗങ്ങൾ, സെക്രട്ടറിമാർ, ബില്ലിംഗ് കമ്മിറ്റി പ്രത്യേകിച്ച് ഇവരെല്ലാം ഞാൻ ഓർക്കുകയാവുകയും ചെയ്യുന്നു. മാത്രമല്ല ഈ സഭയുടെ പുറത്തു നിന്നുള്ള പരിചയമുള്ള ആളുകൾ സാമ്പത്തികമായിട്ട് ചെറിയ സാമ്പത്തിക മുഖ്യം നൽകി നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അവരെ നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കുകയാവുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ ചെറിയ സംഘടനകൾ, സൺഡേ സ്കൂൾ പോലും ഇതിനകത്ത് വളരെ ആത്മാർത്ഥമായിട്ട് സഹകരിച്ചു. അവരവർ ചെറിയൊരു ഫണ്ട് നൽകി, ഒരു ഫാൻ നമുക്ക് നൽകി. കൊച്ചുകുട്ടികളാണ് അങ്ങനെയൊക്കെ. അതെ, എന്നാൽ ഓരോരുത്തരും ചെയ്ത് അടുത്തൊരു മനോഹരമായ ഒരു മിഷൻ വീട് പണിവാനായിട്ട് സാധ്യമായി തീർന്നു. ഇപ്പോൾ ഏകദേശം 2.5 ലക്ഷത്തോളം രൂപ കടമുണ്ട്. ഇത് 2 വ്യക്തികളിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ളതാണ്. അതിൽ 2,15,000 രൂപ. അത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ എല്ലാ മാസവും 9-ാം തീയതി കൃത്യമായിട്ട് അതിൻ്റെ ഇൻട്രസ്റ്റോടുകൂടെ 5,000 രൂപ മുടക്കി കൂടാതെ 1,25,000 രൂപ അടച്ച് തീരുന്നത് വഴി അത് നമുക്ക് കൊടുക്കണം എന്നുള്ളത് വീണ്ടും നിങ്ങളുടെ സാധനത്തിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരു 90,000 രൂപ അത് പ്രിയപ്പെട്ട കൗൺസിൽ മെമ്പർ നമുക്ക് വായ്പയായിട്ട് തന്നതാണ്. അദ്ദേഹം വളരെ ആത്മാർത്ഥമായിട്ട് സാമ്പത്തികം കൊണ്ടും അതുപോലെ തന്നെ വാർക്കിന് വേണ്ടിയിട്ടുള്ള സിമെന്റൊക്കെയും അദ്ദേഹം പാടുന്നു. ആ കുടുംബമാണ് നമുക്ക് തന്നത്. അങ്ങനെ പലരും നമ്മെ സഹായിച്ചതിൻ്റെ പേരിലാണ് ഇതിന് മനോഹരമായ ഒരു കെട്ടിടം ഇവിടെ പടുത്തുയർത്തുവാൻ ഇടയായിത്തീർന്നു. പ്രത്യേകിച്ച് ഇതിൻ്റെ കോൺട്രാക്ട് വേല, വാർക്ക, ഇതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്ത് ജീവനാണ് മുൻകൂട്ടിയായിരുന്നു. മറ്റ് ഇതിൻ്റെ ടൈൽ വർക്ക്, അതിൻ്റെ വയറിങ്, പമ്പ്, ഇതിലുള്ള കാര്യങ്ങൾ ചെയ്തൊക്കെയും വയറിങ് പമ്പിങ് ചെയ്ത് നമ്മുടെ പ്രിയപ്പെട്ട സഭാംഗമായിരിക്കുന്ന സഹോദരങ്ങളാണ്. അങ്ങനെ ഓരോരുത്തരും ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ സാമ്പത്തികം കൊണ്ടും ശാരീരികമായിട്ടുള്ള അധ്വാനം കൊണ്ടും നല്ല നിർദ്ദേശം കൊണ്ടും ഒത്തിരി മനോഹരമാക്കി തീർക്കുവാൻ നമ്മൾ സഹായിച്ച് വഴിയായിട്ട് നമ്മുടെ പ്രിയ അച്ഛൻ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അച്ഛൻ നമുക്ക് ആവശ്യമായിരിക്കുന്ന അച്ഛൻ്റെ സാന്നിധ്യവും നിർദ്ദേശങ്ങളും എല്ലാം നമുക്ക് നൽകി തന്നു എന്നുള്ള സന്തോഷകരമായിരിക്കുന്ന ആ കാര്യമാണ്. എല്ലാ പ്രിയപ്പെട്ടവരോടും പ്രത്യേകിച്ച് ശുശ്രൂഷകരുടെ താമസിക്കുവാനായിട്ട് ഈ ഭവനം ഞങ്ങൾക്ക് പ്രതീക്ഷിച്ചു തന്ന ഇത്രയും സ്നേഹവും ബഹുമാനവും ആദ്യങ്ങളുമായി എല്ലാവരും എല്ലാ പ്രിയപ്പെട്ടവരും പ്രത്യേകിച്ച് അറിയുന്ന സഹോദരങ്ങളും മാതാപിതാക്കന്മാരും എല്ലാവരോടും നന്ദി അർപ്പിക്കുന്നു.